1400 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും നിങ്ങളുടെ പുസ്തകത്തിലുണ്ടല്ലോ. ജോൺ നമ്മൾ യോഹന്നാൻ എന്ന് മലയാളത്തിൽ പറയാം. യോഹന്നാൻ പുസ്തകം 16 chapter verses 7 and 8 and 12 and 13. ജോൺ പുസ്തകത്തിൽ പറയുന്നു, സുബ്ഹാനല്ലാഹ്, nevertheless I tell you the truth, ഞാൻ നിങ്ങളോട് സത്യം പറയുകയാണ്. ആര് പറയുന്നു? ഈസാ നബി അലൈഹിസ്സലാം. It is expedient for you that I go away. ഞാൻ പോകൽ അത്യാവശ്യമാണ്. It is expedient. എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. For if I go not away, ഞാൻ പോകുകയില്ല എങ്കിൽ the comforter will not come unto you. സമാധാനം നൽകാൻ വരുന്ന ആ ആൾ വരികയില്ല ഞാൻ പോകാതെ. Comforter. യാ അല്ലാഹ്, ആരെ പറ്റിയാണ് ഈ പറയുന്നത്? സി ക്യാപിറ്റലാണ്. ഒരു വലിയ മനുഷ്യനെ കുറിച്ചായി പറയുന്നത്. ലോകത്തിന് സമാധാനം നൽകാൻ ഇസ്ലാം സലാമിൽ നിന്നെടുത്ത വചനമാണ്. സമാധാനം, ശാന്തി എന്ന വാക്കാണത്, അല്ലേ? അസ്സലാമു അലൈക്കും, പീസ് ബി അപ്പോൺ യു. സമാധാനം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. അത് ഇസ്ലാമിന്റെ ഗ്രീറ്റിംഗ് ആണ്. പ്രാർത്ഥന കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും മുഖം തിരിക്കുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, പീസ് ബി അപ്പോൺ യു, പീസ് ബി അപ്പോൺ യു. സമാധാനം നൽകാൻ വരുന്ന പ്രവാചകൻ വരേണ്ടതിന് ഞാൻ ഇവിടെ നിന്ന് പോകണം. ലോകപ്രസിദ്ധനായ ഹിസ്റ്റോറിയൻ ലാമാർട്ടൈൻ, അദ്ദേഹം തന്റെ ഒരു പ്രസിദ്ധമായ പുസ്തകമുണ്ട്, ഹിസ്റ്റോർ ഡി ലാ ടർക്കി, ഫ്രഞ്ചാണ്. അദ്ദേഹത്തിന്റെ ആ പുസ്തകം പാരീസിൽ 1854 അത് പബ്ലിഷ് ചെയ്തു. അദ്ദേഹത്തിന്റെ വോള്യൂം 276 and 277 പേജുകളിൽ ലാമാർട്ടിൻ പറയുന്ന ചില വാക്കുകൾ. അദ്ദേഹം ഒരു നിഷ്പക്ഷനായ ഹിസ്റ്റോറിയനാണ്. നമുക്കിവിടെ ആരോടും ഇത് സത്യമുണ്ടെങ്കിൽ അത് അറിയണം. ഒരാൾക്ക് അത് സ്വീകരിക്കാതിരിക്കാം. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ അബൂ ത്വാലിബ്, അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ. ഹിറാ ഗുഹയിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ അവതരിച്ച് നബിയാണെന്ന് പറഞ്ഞു വന്നപ്പോ സകല ജനങ്ങളും കല്ലെടുത്ത് ഓടിച്ച നേരത്ത് അങ്ങേക്ക് അഭയം തന്ന ആ ഒരു മനുഷ്യൻ, അദ്ദേഹം മുസ്ലിമായോ? ഇല്ല. നബി ആഗ്രഹിച്ചു മുസ്ലിമാവാൻ, പക്ഷേ മുസ്ലിമായില്ല. You can't force anyone to embrace Islam. ഇസ്ലാം നിന്റെ ഖൽബിന്റെ ഉള്ളിലാണ്. ഈ മരണം വരെയുള്ള ഒരു ജീവിതമേ നിന്റെ കയ്യിലുള്ളൂ. അതിൻ്റെ ഇടക്ക് സത്യം ബോധ്യപ്പെടണം. എത്ര കാലമാണ് നമ്മൾ നോക്കി നടക്കുക? ഏതാണ് സത്യം? അതൊന്ന് അറിയണ്ടേ, ഒന്ന് കൺക്ലൂഡ് ചെയ്യണ്ടേ, എന്നിട്ട് ആ സത്യം നമ്മൾക്കൊന്ന് ആവാഹിച്ചെടുക്കണ്ടേ, നമുക്കത് ഇന്റേണലൈസ് ചെയ്യണ്ടേ, അതൊന്ന് ആസ്വദിച്ച് ജീവിക്കണ്ടേ. സത്യം എന്താണെന്ന് മരണം വരെ അന്വേഷിച്ച് അങ്ങ് മരിച്ചു പോകുന്നതിന്റെ മുമ്പേ ധൃതിപ്പെട്ട് അന്വേഷിച്ചത് കണ്ടെത്ത്. ലാമാർട്ടിൻ പറയുന്നു, ഫിലോസഫർ, orator, apostle, legislator, warrior, conqueror of ideas, restorer of rational dogmas of a cult without image, the founder of 20 territorial empires and of one spiritual empire, that is Muhammad sallallahu alaihi wasallam. തത്വജ്ഞാനി, പ്രഭാഷകൻ, ദൈവദൂതൻ, ലോകത്ത് നിയമം നടപ്പാക്കി കാണിച്ചവർ, യുദ്ധം വന്ന നേരത്ത് ധൈര്യമായി നിലകൊണ്ടവർ, മനുഷ്യന്റെ ബുദ്ധികളെ കീഴടക്കിയവർ, അധമത്വം ഇല്ലാതാക്കിയവർ, 20 ഭൗതിക രാജ്യങ്ങളുടെയും ഒരാത്മീയ ലോകത്തിന്റെയും അധിപൻ, that is Muhammad sallallahu alaihi wasallam. ഓ ദാനായേ സുബുൽ ഖത്മുർ റുസുൽ മൗലായ കുൽ ജിസ്നെ ഗുബാറെ റാഹ് കോ ബഖ്ശാ ഫറൂഖെ വാദിയേ സീനാ. ലോകം കണ്ട ബുദ്ധിമാനികളിൽ അതിബുദ്ധിമാനിയല്ലോ നബിയെ നിങ്ങളെന്ന് അല്ലാമ ഇഖ്ബാൽ. അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് അന്തിമം കുറിക്കാൻ വന്നവർ, മൗലായ കുൽ, ലോകത്തിന് നേതൃത്വം കൊടുക്കുന്ന ഏക നേതാവ്, ജിസ്നെ, ആ നബിയാണ്. പൊടിപടലങ്ങൾ കിടന്ന് ഇരുണ്ട് കിടക്കുന്ന ലോകത്തിന് സീനാ മലമുകളിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ അവതരിച്ച അല്ലാഹുവിന്റെ വചനങ്ങൾ പോലെയുള്ള വചനം ലോകത്തിന് വെളിച്ചമായി കൈമാറിയവരല്ലയോ അങ്ങ്? നിഗാഹേ
इश्क मस्ती में वही अव्वल वही आखिर. സ്നേഹത്തിന് ഒരു കണ്ണുണ്ടെങ്കിൽ ആ കണ്ണുകൊണ്ട് കാണപ്പെടുന്ന ആദ്യത്തേതും അവസാനത്തേതും അങ്ങ് തന്നെ. വഹീ ഖുർആൻ. എന്താണ് ഈ ഖുർആൻ? ഖുർആന്റെ പരിഭാഷ നോക്കിയാൽ ഒരു മുസ്ലിം സഹോദരന് മനസ്സിലാവില്ല. അർത്ഥമറിയ എന്താണ്? I don't get what is talking. It's jumbled up. ഇതെന്തൊരു ഓർഡർ ഇല്ലല്ലോ, എന്താണ് ഈ പറയുന്നത്? I don't get it. വഹീ ഖുർആൻ. ഖുർആൻ ജീവിച്ചു കാണിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ ബേസിസ് ഒക്കെ കിട്ടിയാ പഠിച്ചോ ഖുർആൻ. പക്ഷേ ആദ്യം എനിക്ക് ഖുർആൻ, ഇപ്പൊ നമ്മൾ മതം പഠിക്കുന്ന ആളങ്ങനെ ചെയ്ത് I'll get a copy of Bible, Old Testament, the Gospel, the Vedas and I'll get a copy of Quran. എന്നിട്ട് ഞാൻ റിസൾട്ട് ചെയ്യാം. കിട്ടൂല. നീ ആദ്യം പഠിക്കേണ്ടത് ഇത് കൊണ്ടുവന്ന ആൾ എന്തുകൊണ്ട് ഖുർആൻ. അതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്തത്. ഖുർആൻ എന്തുകൊണ്ട് സത്യമാണ്? എന്തേ ഈ മുസ്ലിമീങ്ങൾ ഖുർആനിന് മാത്രം ഇങ്ങനെ പഠിക്കാൻ കാരണം? അതെന്തേ എന്ന് ബോധ്യപ്പെടണമെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ആരായിരുന്നു എന്ന് നമുക്ക് ആദ്യം അറിയാം. ലാമാർട്ടിൻ അദ്ദേഹം പറയാൻ ഇങ്ങനെ, as regards of the standards by which human greatness may be measured. അല്ലാമ ഇഖ്ബാലിന്റെ കവിതയിൽ നിന്ന് നമ്മൾ വരുന്നത് അല്ലേ? മുഹമ്മദ് റസൂലുള്ളാഹി വഹീ ഖുർആൻ വഹീ ഫുർഖാൻ. അവിടുന്ന് തന്നെയാണ് ഖുർആൻ. ഖുർആൻ അറിയണമെങ്കിൽ ആ ജീവിതം അറിഞ്ഞാൽ മതി. വഹീ ഫുർഖാൻ വഹീ തോഹ വഹീ യാസ്. അവിടുന്ന് തന്നെയാണ് തോഹ, അവിടുന്ന് തന്നെയാണ് യാസീൻ. ഖുർആനിലെ 2 സൂറത്തുകളുടെ പേരാണ്, അവിടുത്തെ പേരും അതായിരുന്നു. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറയുന്നു, ലാമാർട്ടിന്റെ വചനത്തിലേക്ക് തിരിച്ചു വരാം. തന്റെ ഹിസ്റ്ററി ഡി ലാ ടർക്കി എന്ന് പറഞ്ഞ് തന്റെ പാരീസിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച, അദ്ദേഹം 19th century കഴിഞ്ഞു പോയ ആളാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, as regards all the standards by which human greatness may be measured. ഒരു ആള് വലിയ ആളാണെന്നറിയാൻ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയൻ, ഒരു നിയമാവലി നമ്മൾ വെക്കാൻ. ഒരാൾ മഹത്വമുള്ള ആളാണെന്നറിയാൻ അയാൾ ഇന്നതൊക്കെ ചെയ്തിരിക്കണം, അയാൾക്ക് ഇന്നതൊക്കെ ഉണ്ടായിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം ആ ആൾ എന്ന് നമുക്ക് എന്തെങ്കിലും മനുഷ്യന്റെ കഴിവിൽ വെച്ച് എന്തെങ്കിലും ഒരു മാപ്പിനി നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ we may well ask, നാം ചോദിച്ചു പോവുകയാണ്, is there any man greater than he സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും മഹത്വമുള്ള ഒരാൾ വേറെ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കട്ടെ. ലാമാർട്ടിൻ അദ്ദേഹം ശുദ്ധനായ ഒരു ഹിസ്റ്റോറിയനാണ്. അദ്ദേഹം ചോദിച്ചു പോവുകയാണ്. ജോൺ പറയുന്നു, ജോൺ പുസ്തകം, യോഹന്നാൻ പുസ്തകം, verse number 8, and when he is come, ആ ആൾ വന്നാൽ he will reprove the world of sin and of righteousness and of judgment. ഈ വചനം എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ആ പ്രവാചകൻ വന്നാൽ എന്തുവിടെ ചെയ്യും? reprove the world of sin. പാപത്തിന്റെ ലോകം, പാപങ്ങൾ ചെയ്തിരുന്ന ഒരു ലോകം, ആ ലോകത്തെ നിഷ്കാസനം ചെയ്യണമെങ്കിൽ ആ പ്രവാചകനെ കഴിയൂ. എന്താണ് പാപം, എന്താണ് നന്മ, എന്തിവിടെ ചെയ്യണം, എന്തരുത്, ഇത് പഠിപ്പിക്കാൻ വരുന്ന പോസ്റ്റലനാണ് ആ പ്രവാചകൻ. പിന്നെന്ത് പറയുന്നു? and of righteousness. എന്താണ് തഖ്വ, എന്താണ് ദൈവഭയം എന്ന് പഠിപ്പിച്ചു തരും. പിന്നെ and of judgment. എന്താണ് നീതി, എന്താണ് ഭരണം, ഇത് പഠിപ്പിച്ചു തരാൻ പോകുന്ന ആളാണ് ഈ വരാൻ പോകുന്ന പ്രവാചകൻ. അദ്ദേഹം കംഫർട്ടർ, സമാധാനം നൽകാൻ പോകുന്ന ആൾ. അവർ വരാൻ ഞാൻ പോകേണ്ടതുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു. മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു, ശുദ്ധ ഖുർആനിലെ ആയത്ത് എനിക്ക് ഓർമ്മ വരുന്നു. ഇന്നല്ലാഹ യഅ്മുറുകും ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഇദുകും ലഅല്ലകും തദക്കറൂൻ. ആ നബി വന്നാൽ ചെയ്യുന്ന കർമ്മം എന്താണെന്ന് പഠിപ്പിക്കുകയാണ് ബൈബിൾ പുസ്തകം. യോഹന്നാൻ പുസ്തകം. ഇന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹു, യഅ്മുറുകും, മനുഷ്യ സമൂഹമേ നിങ്ങളോട് പറയുന്നുണ്ട്, ബിൽ അദ്ലി, നീതി ചെയ്യണം, വൽ ഇഹ്സാൻ, നന്മ ചെയ്യണം ലോകത്തോട്, വഇതാഇ ദിൽ ഖുർബാ, നിങ്ങളുടെ ബന്ധുക്കളെ, പാവപ്പെട്ട നിങ്ങളുടെ രക്തബന്ധമുള്ള ആളുകളെ നിങ്ങൾ നന്നായി ശുശ്രൂഷിക്കണം. അവർക്ക് വേണ്ട നന്മകൾ ചെയ്തു കൊടുക്കണം. അവർക്ക് നിങ്ങൾ ദാനധർമ്മം ചെയ്യണം.
അല്ലാഹു നിങ്ങളോട് നിരോധിക്കുകയാണ് അനിൽ ഫഹ്ശാ, വ്യഭിചാരം ചെയ്യല്ലേ എന്ന്. യാ അല്ലാഹ്, നമ്മളൊക്കെ ആ ഡൽഹി ന്യൂസൊക്കെ കേട്ട് തരിച്ചു നിൽക്കുകയാണ് നമ്മുടെ ഭാരതീയരൊക്കെ. അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറയുമ്പോൾ ഹിജ്റ വർഷം 10 ലോകത്തോട് ചെയ്ത അവസാനത്തെ അവിടുത്തെ പ്രഭാഷണമുണ്ട്. സമയമുണ്ടെങ്കിൽ അത് മുഴുവൻ നമുക്ക് കേൾക്കണം. എന്താണ് പറയുന്ന ആശയം? അള്ളാഹു പറയുന്നു, വ്യഭിചരിക്കല്ലേ, മാന്യമായി നിക്കാഹ് ചെയ്ത് അള്ളാഹുവിന്റെ നാമം പറഞ്ഞ് നിന്റെ ജീവിതത്തിലേക്ക് ഒരു സഖിയെ നീ കൂട്ടിക്കൊണ്ടുവാ, മഹർ കൊടുത്തിട്ട്. വ്യഭിചരിക്കല്ല. വൽ മുൻകർ, തോന്നിവാസങ്ങൾ ചെയ്യല്ല, അതിക്രമങ്ങൾ ചെയ്യല്ല. വൽ ബഗി, ആരെയും ആക്രമിക്കല്ല. യഅ്ലുകും ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾക്ക് ബോധം വരാൻ അള്ളാഹു നിങ്ങളെ വീണ്ടും വീണ്ടും പറഞ്ഞു തരികയാണ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്നവർ മക്കക്കാരനാണ്, വലിയ പ്രമാണിയായിരുന്നു, ഭയങ്കരനാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു. പിന്നീട് ഷഹീദായി കേട്ടോ അദ്ദേഹത്തെ എപ്പോൾ കാണുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ച് പറയും, ഉസ്മാൻ ഇബ്നു മദ്ഊൻ നിങ്ങളൊന്ന് മുസ്ലിം ആയിക്കോ, നിങ്ങൾക്ക് മുസ്ലിം ആയിക്കൂടെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ? നിങ്ങൾ ഈ ബിംബത്തിന് മുമ്പിൽ പോയി തലകുനിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ അല്ലാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കുന്നില്ലേ? എപ്പോഴും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിഷമം തോന്നി, നബിയെ ഒന്ന് സന്തോഷിപ്പിക്കാം. അദ്ദേഹം മുസ്ലിമായി. അവരെ പറയാൻ, പക്ഷേ ഇസ്ലാം എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ആഴ്ന്നു കടന്നത് ഈ സൂക്തം ഞാൻ കേട്ടപ്പോഴാണ്. അള്ളാഹു നിങ്ങളോട് പറയുന്നു വ്യഭിചരിക്കരുത്. അള്ളാഹു പറയുന്നു നാവ് കൊണ്ട് ഫൗൾ ലാംഗ്വേജ്, മോശമായ ഭാഷാ പ്രയോഗം ചെയ്യരുത്. യാ അല്ലാഹ്, അള്ളാഹു പറയുന്നു നിങ്ങൾ ആക്രമിക്കരുത്. സമരങ്ങളുടെ പേരിലാണെങ്കിലും കല്ലേറ് നടത്തല്ല. പാവപ്പെട്ട നിരപരാധികളായ ആളുകൾ, നിയമപാലകന്മാർ, കുട്ടികൾ, വിദ്യാർത്ഥികൾ, റോഡിലൂടെ നടന്നു പോകുന്നവർ, ആരോടും അക്രമം ചെയ്യൽ. അവരൊക്കെ നിന്നോട് എന്ത് ചെയ്തു? ഇത് ചെയ്യല്ല എന്ന് അല്ലാഹു പറയുന്നു. പിന്നെ അല്ലാഹുവിനോട് കൽപ്പിച്ചു, ഇന്നല്ലാഹ യഅ്മുറുകും ബിൽ അദ്ൽ, നീതി കാണിക്കണം, നീതി. വൽ ഇഹ്സാൻ, നന്മ ചെയ്തു കൊടുക്കുക. ഇതൊക്കെ എത്രയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ക്യാരക്ടർ പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്, സമയം അനുവദിക്കുമെങ്കിൽ ഇൻഷാ അല്ലാഹ്. നബിയുടെ ജീവിതം എന്താണ് അവിടുന്ന് പഠിപ്പിച്ചത് ഇൻഷാ അല്ലാഹ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ തങ്ങൾ ഇത് പറയാണ്, അങ്ങനെയാണ് എനിക്ക് ഇസ്ലാം എൻ്റെ മനസ്സിലേക്ക് കയറിയത്. സുബ്ഹാനല്ലാഹ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്നവർ, അദ്ദേഹത്തിന്റെ ഒരു ഭയങ്കരമായൊരു സംഭവമുണ്ട്. അന്നത്തെ വലിയൊരു കവി ഉണ്ടായിരുന്നു, ലബീദ്. അസ്ദഖു ഖൗലിൻ ഖാലഹു അശ്ശാഇർ കലിമത്തു ലബീദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലബീദ് ഏറ്റവും വലിയ കവിയാണ്. അന്നത്തെ അറബ് ലോകം ഭാഷാ സാഹിത്യത്തിൽ, അറബ് സാഹിത്യത്തിൽ ഒത്തുഗതിയിലെത്തിയ ലോകമാണ്. കവിത, അന്നത്തെ കവികളെ പേടിയാണ്. ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് മീഡിയയെ പേടിക്കുന്ന പോലെയാണ് അന്നത്തെ കവികൾ. പറഞ്ഞ പിന്നെ ലോകം മുഴുവൻ എത്തിക്കളയും. അതുകൊണ്ട് നല്ലത് പറയിപ്പിക്കുക. എങ്ങാനും പറഞ്ഞാൽ ദോഷപ്പേര് വരും. കവികളെ ഭയങ്കര ബഹുമാനാണ്. ലബീദ് ഒരു സദസ്സിൽ വന്ന് പാട്ടുപാടുന്ന മുസ്ലിമാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് ഖുറൈശിയായിരുന്ന വലീദ് ഇബ്നു മുഗീറ. അദ്ദേഹം മുസ്ലിമായില്ല, പക്ഷേ എൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ആർക്ക്? ഈ ഉസ്മാൻ, നമ്മൾ ഈ പറഞ്ഞ ആയത്ത് കൊണ്ട് ഹൃദയത്തിലേക്ക് ഈമാൻ കടന്ന ആൾക്ക്, വിശ്വാസം ആഴ്ന്നിറങ്ങിയ ആൾക്ക്. ഒരു സംഭവം പറയുന്നു. ലബീദ് പാട്ടുപാടാൻ തുടങ്ങി. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹാലത സായിലു. ലബീദ് ഇങ്ങനെ പാടുമ്പോൾ എല്ലാവരും സൗബോധം കേൾക്കാൻ. അലാ കുല്ലു ശൈഇൻ, definitely everything, മാ ഖലല്ലാഹ്, besides Allah, അല്ലാഹുവിനെ കൂടാതെ മറ്റെല്ലാം സായിലു, എല്ലാം നീങ്ങിപ്പോകും ഈ ലോകത്ത്. അല്ലാഹു മാത്രമേ ബാക്കിയുണ്ടാകൂ. വകുല്ലു, അപ്പോൾ ഇത് നിർത്തിയപ്പോൾ പറഞ്ഞു ഉസ്മാൻ ഇബ്നു മദ്ഊൻ, സദഖത, നീ പറഞ്ഞത് സത്യമാണ്. അദ്ദേഹം മുസ്ലിമാണ്, അദ്ദേഹത്തിന് ആശയം അറിയാം. അടുത്ത വരി പറഞ്ഞു, വകുല്ലു നഈമിൻ, എല്ലാ അനുഗ്രഹങ്ങളും, ലാ മഹാലത സായിലു, നിസ്സംശയം എല്ലാ അനുഗ്രഹങ്ങളും ഇല്ലാതെയാവും കേട്ടോ. നീ പറഞ്ഞത് നുണയാണ്. സ്വർഗത്തിന്റെ അനുഗ്രഹം ഒരിക്കലും ഇല്ലാതെയാവില്ല. സ്വർഗലോകം എന്നേക്കുമാണ്. അങ്ങ് പറഞ്ഞപ്പോ ആൾക്കാർക്ക് വിഷമായില്ലേ. ലബീദിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇയാൾ കവിത പറഞ്ഞ് മുമ്പിൽ നിന്ന് ഒരാൾ ആക്ഷേപിക്കാൻ. ആളുകൾ പറഞ്ഞു, ഇയാൾ ഞങ്ങളുടെ ഒരു ഏറ്റവും മോശപ്പെട്ട ഒരു ഭ്രാന്തനായ മനുഷ്യനാണ് കേട്ടോ. ആൾക്കാർ കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ ഒരു കണ്ണിന് അടി കിട്ടി, കണ്ണിന്റെ കാഴ്ച പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലീദ് ഇബ്നു മുഗീറ പറഞ്ഞു, എൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞൂടെ, ആരും തൊടില്ലല്ലോ.
അള്ളാഹിൻ്റെ മാർഗത്തിലല്ലേ, ഞാനൊരു സത്യം പറഞ്ഞതിനല്ലേ, എൻ്റെ മറ്റേ കണ്ണും പൊയ്ക്കോട്ടെ. ആദ്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ ആൾക്കാർ ഇത് ഭ്രാന്തനാണ് കേട്ടോ. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന ഇറാഖ് ഭരിച്ച ഭയങ്കര ക്രൂരനായ ഭരണാധികാരി കഴിഞ്ഞു പോയിട്ടുണ്ട് ചരിത്രത്തിൽ. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എത്രയോ നിരപരാധികളെ കൊന്ന ആളാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ബഗ്ദാദിന്റെ ഗ്രാമങ്ങളിലൂടെ നടക്കുകയാണ്. നടന്നപ്പോ ഒരു ഗ്രാമീണനെ കണ്ടു. അയാൾക്കറിയില്ല ഇത് ഹജ്ജാജ് ഇബ്നു യൂസുഫ് അല്ല. ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ പറ്റി എന്താ അഭിപ്രായം? കള്ളൻ, ദുഷ്ടൻ, കൊലപാതകി, എത്ര സാധുക്കളെ കൊന്ന ഇങ്ങനൊരു അക്രമിയെ ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഇത് ഞാൻ ആരാന്ന് നിനക്കറിയോ? എനിക്കറിയില്ല. അന ഹജ്ജാജ് ഇബ്നു യൂസുഫ്, ഞാനാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഇയാൾ, ഞാൻ ആരാണ് നിങ്ങൾക്കറിയോ? ഇല്ല. അന മജ്നൂനു ഹാദിഹിൽ ഖറിയ, ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭ്രാന്തനാണ് ഞാൻ. സുബ്ഹാനല്ലാഹ്, രക്ഷപ്പെടാതെ വഴിയുണ്ടായിരുന്നുള്ളൂ. അന മജ്നൂനു ഹാദിഹിൽ ഖറിയ. ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്നവർ സത്യങ്ങൾ തുറന്നു പറഞ്ഞു. അല്ലാഹുവിന്റെ നിഅമത്ത് തീർന്നു പോകില്ല. സ്വർഗ്ഗം അനശ്വരമാണ്, ഇറ്റേണൽ. മരണത്തിന് ശേഷം പുനരുദ്ധാരണം നടന്നാൽ, ലോകം അവസാനിച്ച് വിചാരണ കഴിഞ്ഞ് സ്വർഗനരകത്തിലേക്ക് ആളുകളെ തിരിച്ചുവിട്ടാൽ പിന്നെ മരണമില്ലാത്ത ലോകമാണത്. അത് ഇറ്റേണൽ. അദ്ദേഹത്തിന് ഈമാൻ കിട്ടിയത് ഈ വചനത്തിലൂടെയാണ്. ഈ വരാൻ പോകുന്ന പ്രവാചകൻ ധർമ്മവും ജസ്റ്റിസ്, നീതിയും ലോകത്ത് നടപ്പാക്കാൻ പോകുന്ന ആളാണ് ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഒരുപിടി വചനങ്ങൾ. ജോൺ ദ ബാപ്റ്റിസ്റ്റ്, ഹൈന്ദവ സഹോദരങ്ങൾ, എത്രയോ പുരാണങ്ങളുള്ള രാജ്യമാണ് നമ്മുടേത്. എത്രയോ വേദഗ്രന്ഥങ്ങൾ, 4 ചതുർഗ്രന്ഥങ്ങളാണ് ഹിന്ദുക്കൾ വിശ്വസിച്ചു പോരുന്നത്. 4 വേദഗ്രന്ഥങ്ങൾ: ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ. ഋഗ്വേദം, സാമവേദം, അഥർവവേദം, അതുപോലെ യജുർവേദം. ഇതിൻ്റെ ബേസിക് ഒക്കെ ഋഗ്വേദമാണ്. അതിൻ്റെ ബാക്കിയാണ് ചില ഹൈംസ് ആൻഡ് റൈംസ്, അതിൻ്റെ ചില മന്ത്രങ്ങളാണ് ബാക്കിയുള്ള വേദങ്ങളൊക്കെ. ഇതിലും കിടക്കുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോഴേ അത്ഭുതം. യാ അല്ലാഹ്, സമയം അനുവദിക്കുമെങ്കിൽ ഒന്ന് ഡീറ്റെയിൽ പറയാൻ ആഗ്രഹമുണ്ട്. അഥർവവേദം വിംശകാന്ഡം 27ാമത്തെ സൂക്തം. അതിനറിയപ്പെടുന്ന ഒരു വാക്ക് കുന്തപ സൂക്തം എന്നാണ്. കുന്തപ സൂക്തം. ഈ സൂക്തം നിഗൂഢമാണെന്നാണ് ഹിന്ദു ആചാര്യന്മാർ പറയാ. ഇത് വിശദീകരിക്കാൻ പറ്റുന്നില്ല. കുന്തപ സൂക്തം എന്ന് പറഞ്ഞത് ഇന്നത്തെ അഥർവവേദം, പ്രിന്റുള്ള ഗ്രന്ഥമാണത്. വിംശകാന്ഡം സൂക്തം 27, ശ്ലോകം 1 മുതൽ 3 വരെ. ഈ 3 ശ്ലോകത്തിന് പറയുന്ന പേരാണ് കുന്തപ സൂക്തം. സുബ്ഹാനല്ലാഹ്. കുന്തപ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ആളുകൾ ഒരുമിച്ച് ചേരുന്ന ഇടം, മക്ക അല്ലെങ്കിൽ ബക്ക എന്ന വാക്കർത്ഥം വരുന്ന വചനമാണ് കുന്തപ സൂക്തം. ഇരിക്കട്ടെ, അതൊന്നും നമ്മൾ വാദിക്കുന്നില്ല. ഇത് അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി ആയിക്കൂടെ എന്നൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ആണ് എന്ന് തറപ്പിച്ചു പറയല്ല. കാരണം ഈ പുരാണങ്ങൾ പറഞ്ഞത് മുഴുവനും ഇസ്ലാമിന് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ സത്യം എവിടെയൊക്കെയോ കിടക്കുന്നുണ്ടല്ലോ. സൂക്തത്തിന്റെ 1ാമത്തെ ശ്ലോകം ഇതാണ്. കുറച്ച് ശ്ലോകമൊക്കെ ആയിക്കൂടെ? ഇതാണ്: ഇദം ജന ഉപശ്രുത നരാശംസ സ്ഥവിഷ്യതേ ഷഷ്ടിം സഹസ്രാനവതിം ചകൗരമ അരുഷമേഷ്ഠ ദദ്മഹേ. ശ്ലോകം 1 ആയിട്ടുള്ളൂ കേട്ടോ, ഇനി 2 കൂടെ വരുന്നുണ്ടേ. ഈ ശ്ലോകത്തിൽ പറഞ്ഞ അർത്ഥം നരാശംസ. ഇത് ഇന്ത്യയിലെ ഹൈന്ദവ പണ്ഡിതന്മാർ പറയുക ദിസ് ഈസ് മിസ്റ്റീരിയസ്, ഇത് നിഗൂഢമാണ്. ഇന്ത്യയിലെ വേദഗ്രന്ഥങ്ങളെ പറ്റി പാശ്ചാത്യന്മാർ വന്ന് പഠിച്ചിട്ടുണ്ട്. അവരെ നമ്മൾ ഇൻഡോളജിസ്റ്റ് എന്ന് പറയാം. ഇൻഡോളജിസ്റ്റുകൾ ഒരുപാട് ആളുകളുണ്ട്. അതിൽപ്പെട്ട ഇൻഡോളജിസ്റ്റാണ് ഗ്രിഫിത്ത്, മാക്സ് മുള്ളർ, അതുപോലെ തന്നെ വൈറ്റ്നി, ബ്ലൂഫീൽഡ്. ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് കുന്തപ സൂക്തം എന്തോ ഒരു അത്ഭുതമാണ്. അത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇന്ത്യയുടെ, ഭാരതത്തിന്റെ ചരിത്രത്തിൽ വെച്ച് ഇത് അർത്ഥം കണ്ടെത്താൻ കഴിയൂല എന്നതാണ് ഇവിടെ പ്രശ്നം. എൻ്റെ ഹൈന്ദവ സഹോദരന്മാർ ഒന്ന് ആലോചിക്കാൻ വേണ്ടി, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഈ മുസ്ലിങ്ങൾ പറയുന്ന നബി അതൊക്കെ അവിടെ വന്ന് അങ്ങനെയൊക്കെ ആയിരിക്കാം. ഒന്ന് ആഴത്തിൽ പഠിക്കണം. ജീവിതം കുറച്ചുള്ളൂ, ഇപ്പം തീരും. റോട്ടിലിറങ്ങിയാൽ ഒരു വാഹനം പിടിച്ചാൽ തീരുന്ന ലോകമാണ് നമ്മുടേത്. ഈ പരിപാടി കഴിഞ്ഞ് നമ്മൾ ആരൊക്കെ വീട്ടിലെത്തുമെന്ന് ആർക്കറിയാം? കുറഞ്ഞ നേരമുള്ളൂ. അതിനിടക്ക് നമ്മൾ സത്യത്തിലേക്ക് എത്തിപ്പിടിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്തായി പറയുന്നത്? ഇദം ജന ഉപാശ്രുത, അല്ലയോ ജനങ്ങളെ ബഹുമാന പുരസ്സരം ശ്രദ്ധിക്കുക. ഇവിടെ ഇൻഷാ അല്ലാഹ് നമ്മൾ ചില വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഈ ശ്ലോകത്തിൽ നിന്ന് ഒരേകദേശം 12 വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. 12 വിഷയങ്ങൾ. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ബഹുമാന പുരസ്സരം ശ്രദ്ധിക്കുക. സ്തുത്യർഹനായവൻ വാഴ്ത്തപ്പെടും.
60,900 ശത്രുക്കളുടെ മധ്യത്തിൽ നിന്ന് നാം അദ്ദേഹത്തെ സ്വീകരിക്കും. എന്താണ് ഈ പറയുന്നത്? 60,900 ശത്രുക്കളിൽ നിന്നും നരാശംസ, സ്തുതിക്കപ്പെട്ടവൻ, സ്തുത്യർഹനായവൻ, ആ സ്തുത്യർഹനായവൻ വാഴ്ത്തപ്പെടും. എവിടെന്ന്? 60,900 ശത്രുക്കളിൽ നിന്ന്. ആരെ പറ്റിയാണ് ഈ പറയുന്നത്? ആരാണ് ഈ നരാശംസ? സ്തുത്യർഹനായവൻ. ഈ വാക്കിന്റെ അർത്ഥം സ്തുത്യർഹനായവൻ. എന്താണ്? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വാക്കിന്റെ അർത്ഥം എന്താ? ഹമദ, സ്തുതിച്ചു. മുഹമ്മദ്, പാസീവ് ഫോം, സ്തുതിക്കപ്പെട്ടവൻ. സ്തുതിക്കപ്പെട്ടവൻ വാഴ്ത്തപ്പെടും. ഭാരത സംസ്കാരത്തിൽ ഇങ്ങനെ ഒരു നരാശംസ എന്ന് പറയുന്ന ഒരു ആചാര്യൻ ഭാരതത്തിൽ കഴിഞ്ഞിട്ടില്ലല്ലോ. ആരായി സ്തുതിക്കപ്പെടുന്ന ആൾ? വാഴ്ത്തപ്പെടും. അഥർവവേദ കാലത്തിന്റെ ശേഷം വരാൻ പോകുന്ന കാര്യമാണ് ഈ പറയുന്നത്. അഥർവവേദ കാലത്തിന് ശേഷം ലോക മനുഷ്യർ നാവിനാൽ ഉയർത്തി പറയുന്നത്, എവിടെയെല്ലാം മുസ്ലിമീങ്ങൾ ജീവിക്കുന്നുണ്ടോ അവിടെയൊക്കെയും 5 നേരം അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ദൂതരാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നാട്ടുകാർക്ക് വേണ്ടി മൊത്തം പ്രതിനിധിയായി എല്ലായിടത്തും ഈ വാഴ്ത്തപ്പെടുന്ന ആൾ, ഈ നരാശംസ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ ഭാരതത്തിൽ ആര് കഴിഞ്ഞു പോയിട്ടുണ്ട്? ആര് കഴിഞ്ഞു പോയി ഭാരതത്തിൽ? നരാംശ. ഇറ്റ്സ് എ ചലഞ്ച്. അങ്ങനെ ഒരാളെ കിട്ടില്ല. ഭാരതത്തിൽ തെരഞ്ഞിട്ട് കാര്യവുമില്ല. എന്ന് പറയാൻ പോകുന്ന ബാക്കി വിഷയം കൂടെ അറിയുമ്പോൾ നമുക്ക് വ്യക്തമാകും. അത് മാത്രമല്ല, 4 വേദഗ്രന്ഥങ്ങൾ, the 4 scripts of Hindus, ഇതിലൊരിക്കലും ഒരിടത്തും അല്ലയോ ജനങ്ങളെ ബഹുമാന പുരസ്സരം ശ്രദ്ധിക്കുക എന്ന് പറയുന്ന ഒരു പരാമർശം ഇതല്ലാതെ വേറെയില്ല. ലോക മനുഷ്യരോടല്ലേ ഈ പറയുന്നത്? അല്ലയോ ജനങ്ങളെ, ഇദം ജന ഉപശ്രുത, ബഹുമാനത്തോടുകൂടെ കേൾക്കണം ഈ ഒരു സംഭവം എന്ന് അഥർവവേദത്തിൽ ഇപ്പറഞ്ഞ പോലെ ഇങ്ങനൊരു ആഹ്വാനം ഖുർആനിൽ ഒരുപാട് കാണാൻ കഴിയും. അല്ലയോ ജനങ്ങളെ അറിയണം, അല്ലയോ വിശ്വാസികളെ അറിയണം. വേദങ്ങളിലില്ല. അഥർവവേദത്തിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇതൊരു അത്ഭുതമല്ലേ? നരാശംസ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതിക്കപ്പെട്ടവൻ. യാ അല്ലാഹ്, സ്തവിഷ്യതേ, അവൻ വാഴ്ത്തപ്പെടും. അങ്ങനെ ഒരു പേര് ഭാരതത്തിലില്ല. മുഹമ്മദ് എന്നർത്ഥം വരുന്ന, സ്തുതിക്കപ്പെടുന്നവൻ എന്നർത്ഥം വരുന്ന പേര് അറബ് ലോകത്ത് പോലും ഇല്ലല്ലോ, അറബികളിൽ പോലും ഇല്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ജനനം AD 570 മക്കയിൽ നടക്കുന്ന സമയം അവിടുത്തെ പിതാവെന്ന് ജീവിച്ചിരിപ്പില്ല. അബ്ദുള്ള റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുണ്ട് അല്ലേ? 6 വയസ്സായപ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മ ആമിന റളിയല്ലാഹു അൻഹ മദീനയിലേക്ക് പോയി തിരിച്ചു വരുന്ന വഴിക്ക് അബവായിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ നോക്കി വളർത്തിയത് അവിടുത്തെ പിതൃവ്യൻ അബ്ദുൽ മുത്തലിബാണ്. അവർക്ക് ശേഷം അവരുടെ പിതാമഹൻ അബ്ദുൽ മുത്തലിബാൻ, അവർക്ക് ശേഷം പിതൃവ്യൻ അബൂ ത്വാലിബ് എന്നവരാണ്. ഒക്കെ ചരിത്രമല്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം എത്രയാണ് ലോകത്തുള്ളത്? മുസ്ലിമീങ്ങളുടെ ചരിത്രം സ്വീകരിക്കില്ല എന്ന ഒരു വാശിയുണ്ടെങ്കിൽ നോ പ്രോബ്ലം. മാർട്ടിൻ ലിങ്സിന്റെ ഗ്രന്ഥം ഇന്ന് യൂറോപ്പുകാരന്റെ അവലംബം അതാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാർട്ടിൻ ലിങ്സ്, അദ്ദേഹത്തിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കണം. അദ്ദേഹം പിന്നെ മുസ്ലിമായി. മാർട്ടിൻ ലിങ്സ് തന്റെ മരണത്തിന്റെ 10 വർഷം മുമ്പ് അദ്ദേഹം ഭാര്യയും മുസ്ലിമായി. ഈ ചരിത്രമൊക്കെ എഴുതി വെച്ചിട്ട് ഞാനിത് സ്വീകരിക്കാതിരിക്കെ, മാർട്ടിൻ ലിങ്സ്, അദ്ദേഹത്തിന് പുതിയൊരു പേര് എനിക്ക് ഓർമ്മ, പക്ഷേ മാർട്ടിൻ ലിങ്സ് എന്ന് ഇപ്പോഴും അറിയാം. മാർട്ടിൻ ലിങ്സിന്റെ ദ ഹിസ്റ്ററി ഓഫ് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ കിടക്കുന്ന സംഭവങ്ങളാണ്. യാ അല്ലാഹ്, മുഹമ്മദ് എന്ന പേരൊന്നില്ല. ബാപ്പയില്ലാതെ, ബാപ്പ മരിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗർഭത്തിലായിരിക്കെ, തന്റെ ഭാര്യയുടെ ഗർഭത്തിലായിരിക്കെ കച്ചവടത്തിന് പോയി തിരിച്ചു വരുമ്പോഴാണ് ബാപ്പ അബ്ദുള്ള എന്നവർ മരണപ്പെടുന്നത്. അപ്പൊ പേര് വെക്കാൻ ആരാ ഉള്ളത്? വല്ലിപ്പയാണുള്ളത്, ഗ്രാൻഡ് ഫാദർ അബ്ദുൽ മുത്തലിബ്. ആൾക്കാർ ചോദിച്ചു, ഭയങ്കര അത്ഭുതകരമായ ജനനമായിരുന്നു അത്. മക്കയിൽ പ്രകാശമുണ്ടായി, കഅബാലയത്തിലെ വിഗ്രഹങ്ങളൊക്കെ തലകുത്തി വീണു. ഒരുപാട് അത്ഭുതങ്ങൾ.
ഇൻഷാ അല്ലാഹ് വഴി നമുക്ക് പിന്നീട് മറ്റു ക്ലാസ്സുകളിൽ പറയേണ്ട വിഷയമാണ്. നമ്മൾ ഇത് അടിസ്ഥാനം ബേസിസ് ഉണ്ടാക്കി തരുന്ന ചർച്ചയാണ്. അതുകൊണ്ട് ഞാൻ ആ ഡീറ്റെയിൽസ് ഒക്കെ മാറ്റി വെക്കുകയാണ്. അവർ ചോദിച്ചു, എന്താ പേര് വെക്കുന്നത് കുഞ്ഞിനെ? വാപ്പയില്ല വല്ലിപ്പയാ പേര് വെക്കുന്നത്. അപ്പൊ പറഞ്ഞു, ഞാൻ മുഹമ്മദ് എന്നാണ് പേര് വെക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു പേര് അറബ് ലോകത്ത് ആർക്കുമില്ല. ചരിത്രം രേഖപ്പെടുത്തി, എന്റെ പിതാക്കന്മാരുടെ ഒന്നും പേര് വെക്കാതെ ഈ ഒരു മുഹമ്മദ് എന്ന പേര് എന്തേ വെച്ചത്? من على الغبراء محمد سموا نبي الهدى وهو أحق الناس بالحمد. സ്തുതിക്കപ്പെടേണ്ടവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ലേ? എൻ്റെ കുഞ്ഞിനെ എല്ലാവരും സ്തുതിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആരാണ് ഇതൊക്കെ പറയിപ്പിക്കുന്നത്? സൃഷ്ടാവ് അല്ലാഹു ജല്ല ജലാലുഹു. മുഹമ്മദ് നബിയുടെ ജനനം ഒരു യാദൃച്ഛികമാണെന്ന് മനസ്സിലാക്കരുത്. സുബ്ഹാനല്ലാഹ്. ഇത്രമേൽ വാഴ്ത്തപ്പെട്ട ഒരാൾ അഥർവകാലത്തിന് ശേഷം ഈ മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങളല്ലാതെ മറ്റാരും വന്നിട്ടില്ല. പിന്നെ പറയുന്നു, 60,900 ശത്രുക്കളിൽ നിന്ന് ആ പ്രവാചകനെ അദ്ദേഹത്തെ സ്വീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചത് പ്രവാചകത്വ കാലത്തിന് ശേഷം 40-ാമത്തെ വയസ്സിൽ പ്രവാചകത്വം ലഭിച്ചു. 23 വർഷം തുടർന്ന് ജീവിച്ചു, വഫാത്തായി. ഈ 23-ൽ ആദ്യത്തെ 13 വർഷം മക്കയിലാണ്, ശേഷമുള്ള 10 വർഷം മദീനയിലാണ് അവിടുന്ന് ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. മക്കയിൽ എത്ര പേരുണ്ടായിരുന്നു? മക്കയുടെ ജനസംഖ്യ എത്രയാണ്? ബിറ്റ്വീൻ 60,000 to 70,000. ചരിത്രമാണ്. 60,000-ന്റെയും 70,000-ന്റെയും ഇടക്കാണ് മക്കയിലെ ജനസംഖ്യ. അതിൽ ബഹുഭൂരിഭാഗം പ്രവാചകന്റെ ശത്രുക്കളായിരുന്നു ആദ്യകാലം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ പുരാണങ്ങൾക്ക് എവിടെയോ ഒന്നുകിൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ ഇതിലൂടെ കടന്നുപോയിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ എങ്ങനെ അത് പറയാ? 60,900 60,090 enemies. അവരിൽ നിന്ന് ഈ നബിയെ സ്വീകരിക്കും. മക്കക്കാരുടെ ജനസംഖ്യയാണ് പറയുന്നത്. എവിടെ? അഥർവവേദത്തിൽ. സഹോദരന്മാർ, സുഹൃത്തുക്കൾ, ഹൈന്ദവ സഹോദരന്മാരുണ്ടെങ്കിൽ ഒന്ന് പേര് എഴുതി വെച്ചിട്ട് ഈ ചാപ്റ്റർ നിങ്ങൾ പോയിട്ട് നോക്കി. ഇൻഷാ അല്ലാഹ് നമ്മളോടൊന്നും നുണ പറയൂല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. വേണ്ട, അതിന്റെ ആവശ്യമില്ല. എന്തിനാണ്? കൗരമ എന്ന പ്രയോഗം, കൗരമ അരുഷമേഷ്ഠ ദദ്മഹേ, എന്താണ് ഈ പറയുന്നത്? നരാശംസയെ വിശേഷിപ്പിക്കുന്ന പദമാണ്. ഭരണാധികാരിയുടെ നാമമാണ് കൗരമ എന്ന് പറയുന്നു. പക്ഷെ കൗരമ എന്ന വാക്ക് ഒരു നാമവിശേഷണമാണ്. അർത്ഥം എന്താ? സമാധാനത്തെ പ്രോത്സാഹിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവൻ. അങ്ങനത്തെ നരാശംസ സ്തുതിക്കപ്പെട്ട ആൾ ആരാണത്? മുഹമ്മദ് റസൂലുള്ളാഹ്. നമുക്ക് തോന്നുന്നു നബിയാണെന്ന് തോന്നുന്നു, ഉറപ്പിച്ചു പറയല്ല. ഇനിയും പറയാനുണ്ട്. അടുത്ത ശ്ലോകം, ഉഷ്ഠായസ്യ പ്രവാഹിനോ വധൂമന്ദോ ദുർദശ. ദുർദശ എന്ന് പറഞ്ഞാൽ 20 കേട്ടോ. വർഷാരഥസ്യ നീജിഹീടദേ ദിവ ഈശമാന ഉപാസ്പൃശ. ആ പ്രവാചകന്റെ അവരുടെ വാഹനം 20 ആൺപെൺ ഒട്ടകങ്ങളായിരിക്കും. അദ്ദേഹത്തിന്റെ മഹത്വം സ്വർഗലോകം വരെ എത്തി അതിനെ താഴ്ത്തും. എന്താണ് ഈ പറയുന്നത്? വധൂമന്ദോ ദുർദശ. രണ്ടർത്ഥമാണ് അതിന് ഹൈന്ദവ പണ്ഡിതന്മാർ കൊടുക്കുന്നത്. ഒന്ന്, അദ്ദേഹത്തെയും ഭാര്യമാരെയും ഒട്ടകം പൂട്ടിയ രഥം വഹിക്കുമെന്നാണ് ഒരർത്ഥം. മറ്റൊന്ന്, അദ്ദേഹത്തെ ഒട്ടകത്തെയും ഇണയെയും പൂട്ടിയ രഥം വഹിക്കും. ഒന്നിൽ നബി തങ്ങളുടെ ഭാര്യമാരെ കുറിച്ച് ഭാര്യമാർ എന്ന പ്രയോഗമാണ്. വധൂമന്ദോ ദുർദശ. അവിടുത്തെ ഭാര്യമാരുണ്ടായിരുന്നു. പ്രവാചകർ അവരുടെ വാഹനം എന്തായിരുന്നു? ഒട്ടകമായിരുന്നു. ഖസ്വാ എന്ന ഒട്ടകത്തിന്റെ പേരുണ്ട് ചരിത്രത്തിൽ. നബിയുടെ വാഹനം എന്താ? ഒട്ടകമായിരുന്നു. ഇതൊരു ഇന്ത്യക്കാരനാവാൻ തരമല്ല സഹോദരന്മാരെ. ഇന്ത്യക്കാരാണെങ്കിൽ ബ്രാഹ്മണന്മാരാണ് ആവേണ്ടത്. ബ്രാഹ്മണന്മാർ ഒട്ടക സവാരി പാടില്ല എന്ന അവരുടെ പുരാണ നിയമം. ഒട്ടക സവാരി പാടില്ല. അതിൽ മനുസ്മൃതി 11:201 പറയുന്നുണ്ട്, ഒട്ടകപ്പുറത്തോ കഴുതപ്പുറത്തോ യാത്ര ചെയ്യുന്നതും നഗ്നനായി സ്നാനം ചെയ്യുന്നതും നഗ്നനായി കുളിക്കുന്നതും ബ്രാഹ്മണനെ അശുദ്ധനാക്കും. ഇത് മനുസ്മൃതിയാണ്. അപ്പൊ ബ്രാഹ്മണൻ ഒട്ടകപ്പുറത്ത് പോകില്ല. ബ്രാഹ്മണനാണ് ബ്രഹ്മാവിനെ പഠിക്കുന്നവൻ. അവർക്കാണ് വേദഗ്രന്ഥങ്ങളുടെ കുത്തകയുണ്ടായിരുന്നത്. ഒട്ടക സവാരി ചെയ്യുന്ന ഭാര്യമാരുണ്ടാകുന്ന
വന്ന ഈ പ്രവാചകൻ ആരാണ്? കഴിഞ്ഞില്ല. അവൻ ആ പ്രവാചകന്റെ മഹത്വം സ്വർഗം വരെ എത്തി അതിനെ താഴ്ത്തും. സ്വർഗലോകത്തേക്ക് യാത്ര ചെയ്തെന്ന ഇസ്രാ മിഅ്റാജ്, the ascension and elevation, പ്രവാചകരുടെ നൈറ്റ് ജേർണി, ആകാശ ലോകത്തേക്ക് പോയിട്ടുണ്ട് ഒരു രാത്രിയിൽ. വിശുദ്ധ ഖുർആൻ എന്ന മഹാത്ഭുതം കഴിഞ്ഞാൽ പ്രവാചകരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഈ ആകാശയാത്രയാണ്. അത് മുസ്ലിമീങ്ങൾക്ക് അതിന്റെ വ്യാഖ്യാനങ്ങൾ അറിയാം, എന്താണ് ആ ചരിത്രം എന്നറിയാം. വ്യക്തമായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ, ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാനുണ്ടായിരുന്നു. ഇത് ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്ക്രൂട്ടിനി, പ്രവാചകരെ സംബന്ധിച്ചുള്ള ഒരു വർത്തമാനം, പ്രവാചകർ ചെയ്തത്, അവരുടെ ജീവിതം എന്ന് പറയുന്നത് അമുസ്ലിമീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ രേഖപ്പെടുത്തുന്നത് സത്യസന്ധന്മാരായ ആളുകളുടെ പരമ്പരയിലൂടെയാണ്. ഒരാൾ നുണ പറഞ്ഞെന്ന് പറഞ്ഞ അയാൾ പറയുന്നത് നമ്മൾ പറയും ദുർബലമാണ്. A person is more reliable than his words. വ്യക്തിയെ നോക്കിയിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തിയത്. ആര് പറഞ്ഞു, ഇത് എവിടെ നിന്ന് കിട്ടി? അങ്ങനെ പ്രവാചകരുടെ അപ്പോസ്തലന്മാർ, സ്വഹാബികൾ വരെ പോകുന്ന പരമ്പരയാണ് പ്രവാചക വാക്കുകളുടെ ഈ സൂചന, പ്രവാചക വാക്കുകൾ എന്ന് പറയുന്നത്. ഇരിക്കട്ടെ, മനുസ്മൃതി പറഞ്ഞ ഈ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാൻ ബ്രാഹ്മണർക്ക് പാടില്ല. അവന് ഇന്ത്യക്കാരനല്ല. എന്താ ഇനി പറയുന്നത്? മാമാ ഋഷി. ആരാണ് ഈ മാമാ ഋഷി? മൂന്നാമത്തെ ശ്ലോകം അഥർവവേദത്തിലെ വിംശകാണ്ഡത്തിലെ 27ാമത്തെ സൂക്തം, ശ്ലോകം 1, 2, 3. മൂന്നാമത്തെ ശ്ലോകം ഇതാ: ഈശാ ഋഷയെ മാമഹേ ശതം. ശതം എന്ന് പറഞ്ഞാൽ 10. മാമഹേ ശതം നിഷ്കാന്തശസ്രജ ത്രീണി ശതാന്യർവദാം സഹസ്രാദശ ഗ്ലോനാം. കുറെ നമ്പറാണ് ഈ പറയുന്നത്. അവൻ മാമാ ഋഷിക്ക്, മാമാ പ്രവാചകന്, മാമാ എന്ന വിശുദ്ധന് 10 ചതുരങ്ങളും 10 ഹാരങ്ങളും 100 സ്വർണ്ണ നാണയങ്ങളും 300 അറബി കുതിരകളും 10,000 പശുക്കളും നൽകും. മെറ്റഫോർ. എന്താണ് ഈ പറയുന്ന ആശയം? ആ പ്രവാചകന് ലഭിക്കുന്ന മാമാ ഋഷി, അവർക്ക് ലഭിക്കാൻ പോകുന്ന 10 ഹാരങ്ങൾ, ചതുരങ്ങൾ, പിന്നെ ലഭിക്കാൻ പോകുന്ന 100 സ്വർണ്ണ നാണയം. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? 300 അറബി കുതിരകൾ. അറബി കുതിര എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ ഭാരതത്തിലല്ല. അതുകൊണ്ടാണ് ഗ്രിഫിത്തിനെ പോലെയുള്ള ആളുകൾ, ഇന്ത്യയിലെ ചരിത്രം പഠിക്കാൻ വന്ന ഇൻറ്റോളജിസ്റ്റ് പറഞ്ഞത് ഇതൊന്നും ഭാരതത്തിൽ വെച്ച് പറയാൻ കഴിയില്ല, ഇത് ഭാരതീയന് മനസ്സിലാവില്ല, ഇത് നിഗൂഢമാണെന്ന് പറയാൻ കാരണം ഇതാ. ഇങ്ങനെ അറബി കുതിരന്റെ കഥയൊക്കെ ഭാരതത്തിൽ വെച്ചിട്ട് പറയാം. അതുകൊണ്ടാണ് കുന്തപ്പ സൂക്തം അത്ഭുതമാണ്, നിഗൂഢമാണ്, മിസ്റ്റീരിയസ്. അങ്ങനെ തന്നെയാണല്ലോ ഭാരതത്തിൽ വെച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ട് എവിടെ നിന്ന് കിട്ടാൻ? സുബ്ഹാനല്ലാഹ്, ഇത് കിടക്കുന്നത് മലരാരണ്യത്തിൽ AD 570 റബീഉൽ അവ്വൽ 12ന്റെ പുലരിയിൽ ലോകത്തേക്ക് വെളിച്ചമായി കടന്നു വന്ന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. ഇവിടെ പരാമർശമായ വിഷയം മാമാ ഋഷി. ആരാണ് ഈ മാമാ ഋഷി? മാമാ ഋഷി ആരാണ് ഈ ഋഷി? ഭാരത പുരാണങ്ങളിലൊന്നും ഇങ്ങനെ ഒരു ഋഷിയെ കാണാനില്ല. മാമാ. ചരിത്ര പണ്ഡിതന്മാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രവുമായി ഇതിന്റെ നല്ല ബന്ധമുണ്ട്. അപ്പൊ മുഹമ്മദ് എന്ന വാക്കാണോ മുഹമ്മദ്, മാമാ മുഹമ്മദ് അങ്ങനെ ആയിത്തീർന്നതാണോ? നമ്മൾ ഉറപ്പിക്കുന്നില്ല കേട്ടോ, അവകാശവാദമല്ലേ. ബാക്കിയൊക്കെ യോജിച്ചു വന്നാൽ ഈ ഒരു വാക്കിന് അർത്ഥം വേണം. ആരാണ് ഈ മാമാ ഋഷി? അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ഋഷി. സാമവേദത്തിലുണ്ട് മറ്റൊന്ന് ഒക്കെ പറയുമ്പോൾ സമയം നീണ്ടുപോകും, നിങ്ങൾ ക്ഷമിക്കണം, ഇത് പഠിക്കാൻ വേണ്ടി വന്നതാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. സാമവേദത്തിലെ അഹമിധി എന്നൊരു പ്രയോഗമുണ്ട്. ആരാണ് അഹമിധി? അഹമിധി എന്താണ്? ആ അഹമിധി തന്നെയാവണം ഈ മാമാ ഋഷി. സാമവേദം ഹിന്ദുക്കളുടെ 4 പുസ്തകങ്ങളിലെ മറ്റൊരു പുസ്തകം സാമവേദം. യജുർവേദം, ഋഗ്വേദം, അഥർവവേദം. സാമവേദത്തിലെ അഹമിധി പിതു പരിമേധാമൃതസ്യ ജഗ്രഹ അഹം സൂര്യ ജവാ ജനി, സൂര്യ ഇവ ജനി. സാമവേദത്തിലെ പൂർവാർഷികം, ഐന്ദ്രകാണ്ഡം, ചതുർത്ഥഖണ്ഡം, ശ്ലോകം 152. അഹമിധിന് ജഗത്പിതാവിൽ നിന്ന് വേദജ്ഞാനം ലഭിച്ചു. ആരാണ് അഹ്മദ്? അഹ്മദ് വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ഇസ്മിഹി മിൻ ബഅദി ഇസ്മിഹി അഹ്മദ്. ഈസ നബി അലൈഹിസ്സലാം പറഞ്ഞ അഹ്മദ് എന്ന നബി മുഹമ്മദ് റസൂലുള്ളാഹ്, 2 വാക്കിന്റെയും അർത്ഥം ഒന്നാണ്, സ്തുതിക്കപ്പെട്ടവർ.
അഹ്മിദി അങ്ങനെ ഒരു ഋഷി ഹൈന്ദവ ഭാരതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല സഹോദരന്മാരെ. ഭാരതത്തിൽ കഴിഞ്ഞ ആളല്ല അഹ്മിദി. ചരിത്രം എടുത്ത് പറയട്ടെ, ചരിത്രത്തിൽ കാണിച്ചു തരട്ടെ. ആരാണ് അഹ്മിദി ഋഷി? അഹ്മദ് എന്ന നബിയ. എവിടുന്ന്? പിതാവിൽ ജഗത് പിതാവ് റബ്ബുൽ ആലമീനിൽ നിന്ന് വേദജ്ഞാനം ലഭിക്കും. ഖുർആൻ എവിടുന്ന് കിട്ടിയതാ? അല്ലാഹുവിന്റെ വചനമാണ്. ഇത് തത്വജ്ഞാനങ്ങൾ നിറഞ്ഞ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. ഖുർആന്റെ സൂറത്തുൽ ലുഖ്മാന്റെ തുടക്കഭാഗം അതാണ്. ഇത് അല്ലാഹുവിന്റെ കിതാബാണ്, തത്വജ്ഞാനം നിറഞ്ഞത്. അതുമാത്രമല്ല, അഹം സൂര്യ ഇവാജനി, സൂര്യനിൽ നിന്നെന്ന പോലെ ഞാൻ അവനിൽ നിന്ന് പ്രകാശം സ്വീകരിക്കുന്നു. ആ പ്രവാചകർ സൂര്യജ്യോതിസ് പോലെ വെളിച്ചം മറ്റുള്ളവർ സ്വീകരിക്കുന്നത് ആ പ്രവാചകനിൽ നിന്നാണ്. ഇത് സാമവേദത്തിലാണ്. നമ്മൾ അല്പം കുന്തപസൂക്തത്തിൽ നിന്ന് മാറിയിട്ടുണ്ട്. അഹ്മദി എന്ന് പറഞ്ഞത് ഈ അഹ്മദ് നബിയാണെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാമാ ഋഷി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കണം. അതാണ് നമ്മൾ പറയുന്നത്. യാ അയ്യുഹൻ നബി ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. വിശുദ്ധ ഖുർആൻ നബിയെ വിശേഷിപ്പിച്ചതും സൂര്യജ്യോതിസ് പോലെ എന്നാണ്. യാ അയ്യുഹൻ നബി, അല്ലയോ പ്രവാചകരെ. ക്രിസ്ത്യാനികൾ ചില സഹോദരന്മാരൊക്കെ അങ്ങനെ എഴുതി വിടാറുണ്ട്. യേശുക്രിസ്തുവിന്റെ പേരാണല്ലോ ഖുർആനിൽ ധാരാളം വന്നത്, മുഹമ്മദ് നബിയുടെ പേര് കുറച്ചല്ലേ ഉള്ളൂ. ശരിയാണ് സഹോദര. യാ മുഹമ്മദു, മുഹമ്മദേ എന്ന് അള്ളാഹുവിന്റെ നബിയോട് അഭിസംബോധനം ചെയ്യുന്ന ഭാഗം വളരെ കുറച്ചുള്ളൂ. ബാക്കി മുഴുവൻ യാ അയ്യുഹൻ നബിയു, ഓ നബിയെ. യാ അയ്യുഹർ റസൂൽ, ഓ ദൂതരെ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് വന്നത്. അങ്ങനെ ഖുർആൻ ഒരു അപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതും കൂടെ കേൾക്കണം അല്ലേ? അത് മാത്രം ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഞങ്ങളുടെ അങ്ങനെയാണെങ്കിൽ ബാക്കി ഭാഗങ്ങളും കൂടെ ശ്രദ്ധിക്കണ്ടേ? യാ അയ്യുഹൻ നബി, അല്ലയോ പ്രവാചകരെ. ഇന്നാ അർസൽനാക ഷാഹിദ, അങ്ങ് ലോകത്തിന് സാക്ഷിയാണ്. വമുബശ്ശിറ, സന്തോഷവാർത്ത അറിയിക്കാൻ വന്നവരാണ്. ധർമ്മം ചെയ്യുന്നവർക്ക് മുറിഞ്ഞു പോകാത്ത സ്വർഗ്ഗലോകം വരാനുണ്ടെന്നും വനദീറ, തിന്മ ചെയ്ത് നടക്കുന്ന മനുഷ്യർക്ക് രക്ഷിതാവിന്റെ ശിക്ഷയുണ്ടെന്നും മസ്തിഷ്കവും ബുദ്ധിയും ആരോഗ്യവും സമയവും ജീവിതവും തന്ന് അള്ളാഹു അനുഗ്രഹിച്ചിട്ട് തിന്മ ചെയ്ത് നടക്കുകയാണെങ്കിൽ നിനക്ക് ശിക്ഷയുണ്ട് എന്ന് പഠിപ്പിക്കാനും അങ്ങയുടെ ദൗത്യമായിരുന്നു അത്. അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വന്നവരാണങ്ങ്. പ്രോജ്വലിക്കുന്ന സൂര്യജ്യോതിസല്ലയോ അങ്ങ്. പ്രഭയാണ്, പ്രഭ നൽകുന്ന വെളിച്ചമാണ്, വിളക്കാണങ്ങ്. സാമവേദം പറയുന്നത് അഹം സൂര്യ ഇവാജനി, സൂര്യജ്യോതിസ് പോലെ ഞാൻ വെളിച്ചം സ്വീകരിക്കട്ടെ അങ്ങയിൽ നിന്നെന്ന്. ഇതൊക്കെ ആരെപ്പറ്റിയാണ്? നമ്മൾ മലയാളികളും മലയാളം സംസാരിക്കാൻ നമ്മുടെ ഹിന്ദുക്കൾ സഹോദരന്മാർ അവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും. നമ്മൾ അറിയിച്ചു കൊടുക്കണ്ടേ? അല്ലാഹു എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ വളരെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ തിരുദൂതരാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇത് പറയുന്നതോടുകൂടെ അവൻ പാപങ്ങൾ ശുദ്ധീകരിച്ച് അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച നാളത്തെ പോലെ ശുദ്ധനായിട്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വരികയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനെ, ഈ പറയുന്നത് ആരെക്കുറിച്ചാണ്? മാമാ ഋഷിക്ക് 10 ചതുരങ്ങളാണ് നൽകപ്പെടുന്നത്, 10 ഹാരങ്ങൾ. ആ പ്രവാചകന്റെ കൂടെയുള്ള അനുയായികളെ കുറിച്ചായി പറയുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. ഈ അക്കങ്ങൾ കൃത്യമാണ്. 3 ശ്ലോകങ്ങളുള്ളൂ. ഈ 3 ശ്ലോകങ്ങളിൽ പറഞ്ഞ അക്കങ്ങൾ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് ഈ പറയുന്നത്? 10 ഹാരങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഏറ്റവും വലിയ ത്യാഗം ചെയ്യുകയും പ്രവാചകന്റെ കൂടെ കഷ്ടപ്പാട് സഹിക്കുകയും ചെയ്ത് ആ ത്യാഗത്തിന് പകരം 10 മഹാന്മാരായ അല്ലാഹുവിന്റെ റസൂലിന്റെ 10 മഹാന്മാരായ അനുയായികൾക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത അൽ അശറത്തുൽ മുബശ്ശിരീൻ, സ്വർഗ്ഗം സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 മഹാന്മാർ പ്രവാചകന്റെ അനുയായികളിലുണ്ട്. അവരെ കുറിച്ചായിരിക്കാമോ നമുക്കറിയില്ല. 10 ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان
നിങ്ങൾ അഭയം തേടി പോകണം. മക്ക ഇനി സുരക്ഷിതമല്ല. ചെങ്കടൽ കടന്ന് റെഡ് സീ കടന്ന് അക്കരെ പറ്റിയാൽ എത്യോപ്യയുണ്ട്. അതിന്റെ പേര്, അന്നത്തെ പേര് അബിസീനിയ എന്നാണ്. അറബിയിൽ ഹബിഷ എന്ന് പറഞ്ഞു. അവിടെ ഒരു ക്രിസ്ത്യനായ രാജാവുണ്ട്, പക്ഷേ നല്ല മനുഷ്യനാണ്. നജാഷി എന്ന നേഗസ് രാജാവ്. അദ്ദേഹത്തിന്റെ അടുത്ത് പോയി, നിങ്ങൾ അഭയം പ്രാപിച്ചോളൂ, ഞാൻ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞ് തന്റെ പരിശുദ്ധരായ 100 അനുയായികളെ നബി തങ്ങൾ ഹബിഷയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. അവരാണോ ഈ 100 നാണയങ്ങൾ? നമുക്കറിയില്ല. 300 അറബി കുതിരകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ബദർ യുദ്ധം എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ത്യാഗത്തിന്റെ ഒരു സമയം, പ്രവാചകത്വം ലഭിച്ചതിന്റെ ശേഷം 14 വർഷങ്ങൾ കഴിഞ്ഞിട്ടും മക്കയിൽ അല്ലാഹുവിന്റെ റസൂലും അനുയായികളും ജീവിച്ച പുരയിടം, അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് മദീനയിൽ വന്നപ്പോ ആ കച്ചവട സാധനങ്ങളും വീടും വിലക്ക് കെട്ടി അതിന്റെ പൈസ കൊണ്ട് ഷാമിൽ ചെന്ന്, സിറിയയിൽ ചെന്ന് ആയുധങ്ങൾ വാങ്ങി യുദ്ധം ചെയ്യാൻ വരുന്നുണ്ടെന്നറിഞ്ഞപ്പോഴാണ് ആ കച്ചവട സംഘത്തെ പിടിക്കാൻ പോകുന്നത്. എന്താണിത്? മൈഗ്രേഷൻ, നാട് വിട്ടുപോയി, എന്നിട്ടും സ്വൈരം തരില്ലേ? ഞങ്ങളുടെ സ്വന്തം സ്വത്ത്, മക്കയിലെ കുടുംബം, ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളുടെ കച്ചവടം, അവിടുത്തെ കൃഷിയിടം എല്ലാം വിറ്റ് നശിപ്പിച്ച് ഞങ്ങളെ ആക്രമിക്കാൻ വരുമ്പോ കൈകെട്ടി നിൽക്കാൻ പറ്റുമോ? ആ കച്ചവട സംഘത്തെ പിടിക്കാൻ പോയ യാത്രയാണ് ബദർ യുദ്ധമായി അവസാനിച്ചത്. ആ യുദ്ധത്തെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത്, ആ യുദ്ധത്തിന് അല്ലാഹുവിന്റെ മാലാഖമാർ 300ഓളം വരുന്ന സ്വഹാബികൾക്ക് അഭയം നൽകിയ യുദ്ധമായിരുന്നു അത്. ബദർ യുദ്ധം പഠിക്കുമെന്ന് മനസ്സിലാകും. ആ ബദർ യുദ്ധത്തിലേക്ക് പോയവർ എത്ര പേരാണ്? 313 സ്വഹാബിമാർ. അതിൽ 4 പേർ കുട്ടികളാണ്. ഒരാൾ യുദ്ധം തുടങ്ങും മുമ്പ് മരിച്ചു. ബാക്കി 8 പേർ ചില കാരണങ്ങളാൽ യുദ്ധത്തിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. ബാക്കി വന്നത് ആരാ യുദ്ധത്തിനിറങ്ങിയത്? 300 അറബി കുതിരകൾ എന്ന ഈ പ്രവാചകന്റെ അനുയായികളെ കുറിച്ചാണോ കുന്തപ സൂക്തം ഈ പറയുന്നത്? നമുക്കറിയില്ല. നമ്മുടെ അവകാശവാദമല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ തോന്നിപ്പോകുന്നു ഇത് പ്രവാചക ജീവിതവുമായി ബന്ധമുണ്ട്. നമ്മൾ അവകാശപ്പെടില്ല. ചരിത്രം നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ യോജിച്ചു. നരാശംസ എന്ന പ്രയോഗവും മാമാർഷി എന്ന പ്രയോഗവും അറബി കുതിരകൾ എന്ന് പറഞ്ഞു, ഒട്ടകപ്പുറത്തെ സവാരി എന്ന് പറഞ്ഞത്, അവിടുത്തെ ഭാര്യമാരെന്ന് പറഞ്ഞത്, 10 അനുയായികൾ, 100 അനുയായികൾ, സ്വർണ്ണ നാണയം, 300 അറബി കുതിരകൾ. കഴിഞ്ഞില്ല, 10,000 പശുക്കളും നൽകപ്പെടും. സുബ്ഹാനല്ലാഹ്. പശുക്കൾ എന്ന് പറഞ്ഞത് അവിടുത്തെ ഏറ്റവും സൗമ്യരായ അനുയായികൾ. 10,000. ഈ അക്കങ്ങളൊക്കെ അത്ഭുതല്ലേ? ഇസ്ലാമിന്റെ വിജയം നടക്കുന്നത് ഹിജറ വർഷം 8-നാണ്. മദീനയിലേക്ക് പലായനം ചെയ്ത് 8-ാമത്തെ വർഷം, 11-ാമത്തെ വർഷം അവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞു. ദൗത്യം അവസാനിച്ചു. ഹിജറ വർഷം 8 മക്കയിലേക്ക് അവർ മാർച്ച് ചെയ്തു. മറ്റൊന്നുമല്ല, ഉംറ നിർവഹിക്കാൻ. ഉംറക്ക് പോകുന്നില്ലേ നാട്ടിൽ നിന്നൊക്കെ? ഉംറ നിർവഹിക്കാൻ പോയതാണ്. ആ സമയം മക്ക ഇസ്ലാമിന്റെ കീഴിലേക്ക് വരികയാണ്. സത്യം ബോധ്യപ്പെടുന്നു. വർഷങ്ങളായി ബിംബത്തെ ആരാധിച്ചിരുന്നൊരു സമൂഹത്തിന് എത്ര പെട്ടെന്ന് ഒരു രാത്രി കൊണ്ടൊന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമോ? അവർ പഠിക്കുകയായിരുന്നു, അവരറിഞ്ഞു, സത്യം സ്വീകരിക്കാൻ ഒരുക്കമായിരിക്കുകയാണ്. മക്കയിലേക്ക് വരുന്നപ്പോ, മക്കയിലേക്ക് പോയ മദീനയിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ എത്ര പേരാണ് മക്കയിലേക്ക് മാർച്ച് ചെയ്തത്? ചരിത്രം മാത്രം പരിശോധിക്കുക. എന്നിട്ട് നമ്മൾ ഈ കുന്തപസൂക്തത്തിലേക്ക് വരാം. എത്ര പേരാണ് നബി തങ്ങളുടെ കൂടെ പോയത്? 10,000 സ്വഹാബത്ത്. യാ അല്ലാഹ്, ഈ 10,000 പശുക്കൾ എന്ന സൗമ്യന്മാർ അവിടുത്തെ അനുയായികളല്ലയോ? അവർക്ക് സൗമ്യതയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരാളങ്ങ് ആവേശത്തിലങ്ങ് പറഞ്ഞു പോയി, സഅദ് ഇബ്നു ഉബാദത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് കടക്കുകയാണ്. ആട്ടിയോടിക്കപ്പെട്ട, ജന്മനാട് ഉപേക്ഷിച്ചു പോയ അവസ്ഥയിൽ തിരിച്ചു വരികയാണ്. ആവേശം കൊണ്ടങ്ങ് പറഞ്ഞു പോയി, ഇത് രക്തം ചിന്തുന്ന ദിവസമാണ്. നിങ്ങൾ ഞങ്ങളെ കല്ലെറിഞ്ഞവരല്ലേ, ഞങ്ങൾ ആട്ടിയോടിച്ചവരല്ലേ. മക്ക നിവാസികളായ പ്രമാണി കുടുംബമായ ഖുറൈശികൾ നിങ്ങളെ നാണം കെടുത്തുന്ന ദിവസമാണ്. ആര് പറഞ്ഞു? ഇസ്ലാമിന്റെ പതാക പിടിച്ചിരുന്ന ഒരാൾ, സഅദ് ഇബ്നു ഉബാദത്ത് റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്ക് പറഞ്ഞതുള്ളൂ. അത് നബിയുടെ ചെവിയിലാരോ പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞത്? സഅദേ, നിങ്ങൾക്ക് ഇസ്ലാമിന്റെ പതാക പിടിക്കാൻ പറ്റില്ല. പതാക താഴ്ത്തി
ആർക്ക്? അവരുടെ മകന് കൊടുത്തു. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രന്. നിങ്ങൾ പതാക പിടിക്കണം. അൽ-യൗമ യൗമുൽ മർഹമ, ഇത് കാരുണ്യത്തിന്റെ ദിവസമാണ്. അൽ-യൗമ യൗമുൽ മർഹമ, ഇത് കാരുണ്യത്തിന്റെ ദിവസമാണ്. യൗമുൻ അഅസ്സല്ലാഹു ഖുറൈശൻ, ഖുറൈശികൾക്ക് അഭിമാനം നൽകുന്ന ദിവസമാണ് ഇതെന്ന് തിരുത്തി പറയിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ യാത്രയിൽ നബിയുടെ കൂടെ പോയത് എത്ര പേർ? 10,000. ഇതേ അക്കം ഓൾഡ് ടെസ്റ്റമെന്റിൽ പറയുന്നുണ്ട്. ഓൾഡ് ടെസ്റ്റമെന്റ്, he came with 10,000 of saints. From his right hand there went a pharaoh. ആ പ്രവാചകന്റെ കൂടെ 10,000 വിശുദ്ധന്മാരുണ്ടായിരിക്കും. ഇതൊക്കെ ഒരു ഒത്തുചേരലാണ്. എങ്ങനെ പറയാൻ പറ്റും മുഅ്മിനെ? ഇവിടെയാണ് സത്യം ഒന്നേ ഉള്ളൂ മുഅ്മിനെ. നമുക്ക് സെക്യുലറായിട്ട് പറയാം എല്ലാം സത്യമാണ്, പക്ഷേ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സത്യം ഒന്നേ ഉള്ളൂ. ലോകത്ത് ഒരു മതമേ ഉണ്ടായിരുന്നുള്ളൂ, അത് വിഭജിച്ചു പോയതാണ്. കാലാകാലങ്ങളിൽ ഡീവിയേഷൻ സംഭവിച്ചതാണ്. ഈ സത്യമല്ലേ ഇനി കൽക്കി അവതാരം? ഹിന്ദുക്കളൊക്കെ പറയുന്ന കൽക്കി അവതാരം. എന്താണ് ഈ കൽക്കി അവതാരം? നമുക്ക് കൽക്കി അവതാരത്തെ കുറിച്ച് ദശാവതാര സിദ്ധാന്തമുണ്ട്. 10 അവതാരങ്ങളാണ്. 10ാമത്തെ അവതാരമാരാ? കൽക്കിയാണ്. ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ നമുക്കങ്ങനെ അവകാശവാദമല്ല കേട്ടോ മുമ്പിനെ. സത്യം അന്വേഷിച്ച് വരുന്നവർക്ക് പഠിക്കാനുള്ള വഴി തുറന്നു വെച്ച് തരൽ മാത്രമാണ് എൻ്റെ ദൗത്യം. It's not a claim at all. It's none of our aims. അതല്ല നമ്മുടെ ലക്ഷ്യം, അതല്ല. ശ്രീദേവി മഹാഭാഗവതം, അതിൽ 26 അവതാരങ്ങൾ. ദൈവത്തിന്റെ അവതാരം ഇസ്ലാമിൽ അവതാര സങ്കല്പം തന്നെ ഇല്ല. ദൈവം അങ്ങനെ അവതരിക്കില്ല. ദൈവം ദൂതന്മാരെ മനുഷ്യരിൽ നിന്ന്, അവരിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കുകയാണ്. അവർക്ക് ദിവ്യബോധനം നൽകിയതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പക്ഷേ വേദങ്ങളിൽ കാലാകാലങ്ങളിൽ വന്നുകൂടിയ അത് തെറ്റ്, അവർക്ക് വന്നുപോയ പിഴവായിരിക്കാം ഈ പ്രയോഗം, നമുക്കറിയില്ല. പക്ഷെ കൽക്കി അവതാരം ഇതുവരെ വന്നിട്ടില്ലെന്നാണ് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞു തരുന്നു, വന്നു കഴിഞ്ഞു സഹോദരന്മാരെ. ആ കൽക്കി അവതരിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ട്? കൽക്കിയെ കുറിച്ച് ഒരു പിടി വിശദീകരണങ്ങൾ കാണാൻ കഴിയും. പലതും കോൺട്രഡിക്റ്റിംഗ്, പരസ്പര വൈരുദ്ധ്യങ്ങളാണ്. പക്ഷേ ചിലതൊക്കെ കാണുമ്പോ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ, ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലയോ, നമ്മൾ ചോദിച്ചു പോവാണ്. കൽക്കി എന്താണ് ഈ അവതാരം എന്ന് പറഞ്ഞ നമ്മുടെ സുകുമാർ അഴീക്കോട്, അദ്ദേഹം മരിച്ചുപോയില്ലേ, അദ്ദേഹത്തിന്റെ തത്വവും മനുഷ്യനും എന്ന പുസ്തകമുണ്ട്. അതിൽ 77ാമത്തെ പേജിൽ അദ്ദേഹം അദ്ദേഹം ദശാവതാര ചരിത്രത്തെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ക്ഷേന്ദ്രൻ ദശാവതാര ചരിത്രം. അതിലെ ചില ശ്ലോകം ഉദ്ധരിച്ച് സുകുമാർ അഴീക്കോട് അത് ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ. ആരാണ് ഈ കൽക്കി എന്ന് പറഞ്ഞത്? സ്വച്ഛന്ത, പ്രോച്ഛലൻ, മ്ലേഹ, തിമിരോദ്ഭേദ സച്ഛവി, കൽക്കി വിഷ്ണു പ്രകാശായ പ്രഭാതാർക്ക ഇമാസ്തുവ. അതൊക്കെ മനസ്സിലായോ? ഇല്ല. എന്താണ് ഈ പറയുന്നത്? ആരാണ് കൽക്കി എന്ന് പറഞ്ഞ ആരാണ്? അതറിയണ്ടേ? നിരന്തരമായ, സുമാറായിക്കൊണ്ട മലയാളമാണേ, കുറച്ച് കടിച്ചാപ്പെട്ടാത്ത മലയാളം. നിരന്തരമായ ഇരുളിന്റെ ചുരുളിൽ നിന്ന്, ഭയങ്കരമായ ഖനീഭവിച്ച ഇരുട്ടിൽ നിന്ന് വിശ്വത്തെ വിമോചിപ്പിക്കുന്ന പ്രഭാതാർക്കനെ പോലെ, ഇരുട്ടിൽ നിന്ന് ലോകത്തെ മോചിപ്പിക്കുന്ന പ്രഭാതത്തിലെ അർക്കനെ പോലെ, സൂര്യനെ പോലെ, മ്ലേച്ഛദോഷം തീണ്ടാത്ത, തെറ്റ് ചെയ്യാത്ത, ശാന്തിസുന്ദരമായ, സമാധാനമുള്ള ഒരു ലോകത്തിന്റെ ഉദയവുമായി കൽക്കി പ്രത്യക്ഷപ്പെടും. കൽക്കി ഇതിനാ വരുന്നത്. തെറ്റ് ചെയ്യാത്തൊരു ലോകം, മനുഷ്യനെ മലാഖയെ പോലെ ഉയർത്താൻ, മൃഗത്തെ പോലെ തോന്നിവാസിയായി ജീവിക്കാനല്ല. മനുഷ്യന് നാഗ് ജീവിക്കണം. എന്തിനാ? തിന്നണം, കുടിക്കണം, ഭോഗിക്കണം, അല്ലേ? അങ്ങേയറ്റം ഭക്ഷിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് വഫാത്താകുമ്പോൾ അവിടത്തേക്ക് കുടവയർ ഇല്ലായിരുന്നു എന്നാ, വയറ് ഫ്ലാറ്റ് ആയിരുന്നു എന്നാ. അങ്ങനെ ഒരു കുടവയറ് കണ്ടപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ലൗ കാന ഹാദാ ഫീ ഗൈരിക ലകാന ഖൈറ. ഇത് ഈ വയറ് വേറൊരാൾക്കായിരുന്നുവെങ്കിൽ വളരെ ഖൈറായിരുന്നു. എന്തൊരു മനോഹരമായ പ്രയോഗം! നിങ്ങൾ ഈ കഴിച്ച ഭക്ഷണം ഒരു പാവപ്പെട്ട ആൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്കത് പോഷണമായേനെ. നിങ്ങൾ എക്സസ് ആയിട്ട് കൊണ്ടു നടക്കാതെ അത് വേറെ പാവപ്പെട്ടന് കൊടുത്തുകൂടായിരുന്നു ആ ഭക്ഷണം എന്നർത്ഥം, അല്ലേ? മൃഗത്തെ പോലെ ജീവിക്കണം എന്നാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന പ്രശ്നം. ഇതാണ് മൃഗത്തെ പോലെ സെക്സ്, എന്തും സെക്സ്, പോണോഗ്രഫി, തോന്നിവാസം, അങ്ങേയറ്റത്തെ തോന്നിവാസം, മനുഷ്യനെ മൃഗമായി അധപ്പതിപ്പിക്കുന്നവൻ. ഇതൊക്കെ കണ്ടും കേട്ടും നടന്നിട്ടാണ് ഒരു പാവപ്പെട്ട കുട്ടി ബസ്സിന്റെ ഉള്ളിൽ നിന്ന് ദാരുണമായി മരണത്തിലേക്ക് നയിച്ചത്. എന്താ? തോന്നിവാസമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ മൃഗമാക്കുക,
അതിന് നടക്കുന്ന മീഡിയ, അതിന് നടക്കുന്ന TV ചാനൽസ്, അതിന് നടക്കുന്ന ഇന്റർനെറ്റ് സംവിധാനങ്ങൾ, അതിന് നടക്കുന്ന മാഗസിൻസ്. എന്തിനാണിത്? മനുഷ്യനെ മൃഗമാക്കാനോ? ഇതിന് നിങ്ങളൊക്കെ ത്യാഗം ചെയ്യണോ? യാ അല്ലാഹ്, എന്ത് കിട്ടി നമുക്ക്? പാവപ്പെട്ടൊരു കുട്ടിക്ക് ജീവൻ നൽകാൻ പറ്റും. നാണം കെട്ടുപോയില്ലേ? ദുഷ്ടന്മാർ 4 പേർ കടന്നൊരു പെൺകുട്ടിയെ ക്രൂരമായിട്ട് മരണത്തിലേക്ക് കൊണ്ടു. എന്തിന്? തന്റെ മൃഗീയമായ സ്വഭാവത്തിന്. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? ലൗ തക്ഫുലൂൻ മാ ബൈന ലഹ്യൈകും, നിങ്ങളുടെ 2 താടിയെല്ലിന്റെ ഉള്ളിലുള്ളത് നിങ്ങളുടെ നാവ്, വമാ ബൈന ഫഖിദൈകും, നിങ്ങളുടെ കാലിന്റെ തുടയിലുള്ളത് നിങ്ങളുടെ പ്രൈവറ്റ് പാർട്സ്, ഇത് നിങ്ങളുടെ ഗുഹ്യം. നിങ്ങൾ അല്ലാഹു പറഞ്ഞതുപോലെ പെരുമാറൂ എന്ന് എനിക്ക് വാക്ക് തന്നാൽ അക്ഫുറു ലക്കുമുൽ ജന്ന, നിങ്ങളെ ഞാൻ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാവ് സൂക്ഷിക്കണം. ആളുകളെ വേദനിപ്പിക്കുന്ന വാക്ക് പറയല്ല, ആളുകളോട് ആക്ഷേപിക്കല്ല, കേൾക്കാൻ അറപ്പുള്ളത് പറയല്ല. നിന്റെ ഗുഹ്യസ്ഥാനം സൂക്ഷിക്കേ. വിവാഹം ചെയ്യുന്നവരെ നീ ക്ഷമിക്കേ. വിവാഹം ചെയ്യാൻ കഴിയാത്തവൻ നോമ്പ് നോക്കണം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂർ. വ്യഭിചാരത്തിലേക്ക് പോകല്ല, തോന്നിവാസം കാണല്ല, കണ്ണ് സൂക്ഷിക്കേ, കണ്ണ് ചിമ്മണം. ഇതൊക്കെ പഠിപ്പിക്കാൻ വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മോശമായി പറഞ്ഞൊരു ഫിലിം എടുക്കാൻ മാത്രം എന്ത് കുറ്റം ചെയ്തു എന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? എന്ത് ചെയ്തു? ഈ ധർമ്മം പഠിപ്പിക്കാൻ വരുന്ന കൽക്കിയാണ് ഹിന്ദുക്കൾ കാത്തിരിക്കുന്ന ദശാവതാരത്തിൽ അവസാനത്തെ അവതാരം. ഞാൻ തിരിച്ചു വരുന്നു. കൽക്കി അവതാരത്തെ കുറിച്ച് പറയുന്നത് കലിയുഗത്തിന്റെ അവസാനത്തിലാണ് വരിക. ലോകത്ത് ഏറ്റവും വലിയ തിന്മ നടക്കുന്ന കാലത്താണ് വരിക. എന്റെ സുഹൃത്ത് ജയ്ഹൂൻ, അദ്ദേഹത്തിന്റെ ഒരു കവിതയുണ്ട്, ദ സെന്റ് ഓഫ് സിവിലൈസേഷൻ. ഹാൻഡ്സ് വേ അൺക്ലീൻ, ഡ്രസ് ഹാഡ് നോ ഷൈൻ. കൈകൾ മലിനമായിരുന്നു, വസ്ത്രങ്ങൾക്ക് ശോഭയില്ലായിരുന്നു. ഹൈജീൻ അൺടച്ച്ഡ്, വൃത്തിയില്ലാത്തൊരു ലോകം. കൾച്ചർ അൺനോൺ, സംസ്കാരം എന്നറിയാതിരുന്ന ലോകം. AD 500കളിലേക്ക് ഹിജറ AD വർഷം, ഇന്ന് നമ്മൾ 2013, AD 570ലേക്ക് തിരിച്ചു പോവുക. അറബ് ലോകത്തിന്റെ അവസ്ഥ അതായിരുന്നു. Chaos of ignorance, വിവരമില്ല. Heat of injustice, നീതിയില്ല. Women given no dignity, പെണ്ണുങ്ങൾക്ക് അഭിമാനം നൽകപ്പെട്ടില്ല. Children shown no mercy, കുഞ്ഞു മക്കളോട് കരുണ തോന്നിയില്ല. അല്ലേ? അന്ന് കുട്ടികളെ ജനിച്ചു വീണ പെൺകുഞ്ഞിനെ ജീവനോട് കുഴിച്ചു മൂടുന്നവർ. ഏറ്റവും വലിയ കലിയുഗം നടന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അറബ് ലോകത്താണ്. അതിന്റെ മുമ്പ് എവിടെയും, അതിന്റെ മുമ്പോ ശേഷമോ പിഞ്ചു മക്കളെ പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ കുഴിച്ചു മൂടുന്ന സംസ്കാരം ലോകത്തില്ലായിരുന്നു. കലിയുഗത്തിന്റെ പാരമ്യത്തിലല്ലേ ഈ പ്രവാചകൻ വരാൻ പോകുന്നത്? കലിയുഗം എന്ന് പറഞ്ഞാൽ എത്രയാ? BC 3102 മുതലാണ് കലിയുഗം ആരംഭിക്കുന്നത്. ഈസ നബിയുടെ 3000 വർഷങ്ങൾക്ക് മുമ്പ് BC 3102 അവിടെ മുതൽ ആരംഭിക്കുന്നുണ്ട് കലിയുഗം. അല്ലാഹുവിന്റെ റസൂൽ വരുമ്പോഴേക്ക് എത്ര കൊല്ലായി? 3500 കൊല്ലമായി. 3500 കൊല്ലം കലിയുഗമാണെങ്കിൽ ആ 3500 എന്ന് പറയുന്നത് കലിയുഗത്തിന്റെ 3000 കൊല്ലത്തിന്റെ മുഴുവൻ തിന്മയും ഘനീഭവിച്ച ലോകമല്ലേ അറബ് ലോകം? അവിടെയല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്? അങ്ങനെ കലിയുഗത്തിന്റെ അവസാനം വേറെ ഏത് കൽക്കി അവതരിച്ചു? ഏത് കൽക്കി അവതരിച്ചു കലിയുഗത്തിന്റെ അവസാനത്തിൽ? യാ അല്ലാഹ്, all had no respect. ഇതൊക്കെ മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എത്യോപ്യയിലേക്ക് പലായനം ചെയ്തപ്പോൾ രാജാവിന്റെ മുമ്പിൽ ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു കൊടുത്തൊരു പ്രഭാഷണമുണ്ട്. അതിന്റെ അർത്ഥങ്ങളുമായി സമാനത തോന്നുന്നു. Animals met with cruelty, മൃഗങ്ങളോട് കാരുണ്യമില്ലാതെ അതിദാരുണമായി പെരുമാറിയിരുന്ന കാലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ഒരു തോട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഒട്ടകം വന്ന് എന്തൊക്കെയോ സംസാരിക്കുന്ന പോലെ നബി തിരുമേനി കുറച്ചു കഴിഞ്ഞ് ചോദിച്ചു, ഈ ഒട്ടകത്തിന്റെ ഓണർ ആരാണ്? ഹു ഈസ് ഓണർ ഓഫ് ദിസ് camel? ഒരാൾ പറഞ്ഞു, എന്റെ ഒട്ടകമാ നബിയെ. ഈ ഒട്ടകം എന്നോട് പരാതിപ്പെടുന്നുണ്ട്, ഇതിനോട് സാധിക്കാത്തത് നിങ്ങൾ ഇതിനോട് കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തഖില്ലാ, സംസാരിക്കാൻ കഴിയാത്ത ഈ മൃഗത്തെ, എല്ലാം കാണുന്ന അല്ലാഹുവിനെ നീ പേടിക്കണം എന്ന് ആ മനുഷ്യനോട് ഉപദേശിച്ച നബിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ചരിത്രമല്ലേ? Lovers' song had no melody, death causes had no remedy. കൊലപാതകങ്ങൾ, ഒരു ഒട്ടകം
ഒരു ചെറിയ ഇല ഭക്ഷിച്ചതിന്റെ പേരിൽ 40 കൊല്ലത്തെ യുദ്ധം. യാ അല്ലാഹ്. Time had been waiting for long. World could not afford any long. ലോകം കാത്തിരിക്കുകയായി എന്നാ ഇതൊക്കെ അവസാനിക്കുക, എന്നാണ് ഇതൊക്കെ നീങ്ങിപ്പോവുക. From the womb of time came a cry. കാലം വിളിച്ചു പറയുകയായിരുന്നു. It seemed to decree was to be now, no or never. ധർമ്മം ഇപ്പോൾ വരണം, ഇപ്പോൾ ലോകത്ത് സത്യം പുലരണം എന്ന് കാലം വിളിച്ചു പറയുകയായിരുന്നു. Very soon uttered a voice from above, my beloved Muhammad Rasulullah, to appear in time very near. Time will be painted in different colors. Civilization will be centered unlike before. Sallallahu alaihi wasallam. കലിയുഗത്തിന്റെ പാരമ്യം എന്നത് ഈ വരികളിലൂടെ കാണുന്നതിനേക്കാളും ചരിത്രത്തിൽ ഗ്രീക്കിലുണ്ടായിട്ടില്ല, റോമിലുണ്ടായിട്ടില്ല, യൂറോപ്പിലുണ്ടായിട്ടില്ല. മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഈ പ്രദേശം അല്ലെങ്കിൽ അറേബ്യൻ പെനിൻസുലയിൽ മാത്രമായിരുന്നു BC 3102 തുടങ്ങിയ കലിയുഗം തുടങ്ങി വെച്ച അതിന്റെ പാരമ്യത്തിരുന്ന കാലത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഗ്രഹം പോലും ഇല്ലാതെ അല്ലാഹുവിന്റെ പ്രവാചകൻ അബ്രഹാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണിതീർത്തിയ കഅബാലയത്തിന്റെ ഉള്ളിൽ 3500 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും 360 വിഗ്രഹങ്ങളുണ്ട്. 300. ഇതെന്തൊരു അത്ഭുതമാണ്. ഓരോ നൂറ്റാണ്ടിനും ഒരു വിഗ്രഹം കൊടുക്കാൻ മാത്രമുണ്ട്. കലിയുഗം തുടങ്ങിയാൽ 3500 കഴിഞ്ഞപ്പോഴേക്കും 360 വിഗ്രഹം ഒന്നുപോലും ഇല്ലാതിരുന്ന കഅബാലയത്തിൽ. ചില സഹോദരന്മാരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, കഅബാലയത്തിൽ വിഗ്രഹം ഉണ്ടല്ലോ, അപ്പോൾ ഞങ്ങളുടേതല്ലേ. കഅബത്തിൽ വിഗ്രഹം ഇല്ലായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ വിഗ്രഹം വന്നതാണ്. ഈ കലിയുഗത്തിൽ വരുന്ന കൽക്കിയാണ് ഹിന്ദു സഹോദരന്മാർ കാത്തിരിക്കുക. അവസാനത്തെ അവതാരം, അവസാനത്തെ നബിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 8 സത്യങ്ങളാണ് ഇതിൽ ഞാൻ മനസ്സിലാക്കി തരുന്നത്. ഒന്ന്, കൽക്കി അവസാനത്തേതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അവകാശവാദമല്ലേ? തോന്നുന്നുണ്ട് ഇത് നബിയെ സംബന്ധിച്ചായിരിക്കണം എന്ന്. കലിയുഗത്തിന്റെ പാരമ്യത്തിൽ. 2, സിംഫാല എന്ന മണൽ ദ്വീപിലാണ് കൽക്കി അവതരിക്കുക, ഇന്ത്യയിലല്ല. സിംഫാല എന്ന മണൽ ദ്വീപ് നമ്മൾ നിൽക്കുന്ന ഈ അബുദാബിയൊക്കെ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഒരു മൂലയാണ് അല്ലേ? അറേബ്യൻ പെനിൻസുല, സൗദി അറേബ്യ, യമൻ, ഒമാൻ, UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ജോർഡാനിന്റെ ബോർഡറിലൂടെ വന്നാൽ ഈ രാജ്യങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് ഈ മണലാരണ്യം. ഇവിടെയാണ് കൽക്കി വരിക. ഇന്ത്യ മണലാരണ്യമാണോ സഹോദരന്മാര്? ഭാരതം മണലാരണ്യമാണോ? എന്റെ സഹോദരന്മാർ പറഞ്ഞു തരി, ഭാരതം മണലാരണ്യമാണോ? അല്ല. ഗൂഗിൾ നോക്കി, ഗൂഗിൾ മാപ്പ്, എന്താ ഇന്ത്യയുടെ ഭൂപടം? ഗ്രീൻ, പച്ച പുതച്ച് കിടക്കാണ് മഹാഭാരതം അല്ലേ? അറേബ്യ നോക്കി, ഒരു മഞ്ഞ നിര കാണും, മരുഭൂമിയാണ്. സുബ്ഹാനല്ലാഹ്. സിംഫാല എന്ന മരുഭൂമിയിൽ വരുന്നത്. 3,